ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് ടിപ്സ് ആൻഡ് ടോക്സ്. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. മിക്കവർക്കും ഒരു പ്രശ്നമാണ് മുടി നരക്കുന്നുള്ളത്. ഇപ്പോൾ അങ്ങനെ നേരത്തെയൊക്കെ പ്രായമുള്ളവർക്കായിരുന്നു മുടി നരക്കുന്നത്. ഇപ്പോൾ എന്നുണ്ടെങ്കിൽ വളരെയധികം ചെറുപ്പം തൊട്ട് തന്നെ നമുക്ക് മുടി നരക്കാനുള്ള ഇത് വരുന്നുണ്ട്. അപ്പോൾ കൂടുതലും ഇത് വരാനുള്ള ചാൻസസ് ഒന്നാമത് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ്. പിന്നെ ജനറ്റിക്കലായിട്ട് നമുക്ക് വരാം. പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലാണ്. പിന്നെ നമ്മുടെ ഹെയറിന് വേണ്ട ന്യൂട്രിയൻസ് ഒന്നും കിട്ടാതെ നമ്മുടെ ഡയറ്റിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇത് വരാവുന്നതാണ്. അപ്പോൾ മാക്സിമം നമുക്ക് എന്താ പറയുക, ഇതൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മളുള്ള വിറ്റാമിൻസ് മിനറൽസ് അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് ലീഫി ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഒരുപാട് കെമിക്കൽ പ്രൊഡക്ട്സ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് മുടി നരക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ മാക്സിമം നമ്മൾ എന്താ പറയുക, കെമിക്കൽ പ്രൊഡക്ട്സ്, ഷാംപൂസ്, കണ്ടീഷണർ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പം നമുക്ക് അധികം ഞാൻ വലിച്ചു നിൽക്കുന്നില്ല, നമുക്ക് വീട്ടിലോട്ട് പോകാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ നന്നായിട്ട് കഴുകി തുടച്ചൊക്കെ എടുത്തേക്കുന്ന ഉരുളക്കിഴങ്ങാണ്. എല്ലാവരുടെ വീട്ടിലും ഉരുളക്കിഴങ്ങ് ഉണ്ടാവും. നമ്മൾ തൽക്കാലം ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി മാറ്റി വെച്ചിട്ട് ഇതേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് ഹെയറിന് മാത്രമല്ല സ്കിന്നിനും വളരെയധികം നല്ലതാണ്. ഈ പൊട്ടറ്റോയുടെ ജ്യൂസ് വളരെയധികം ഹെൽപ്ഫുള്ളാണ് സ്കിന്നിനും ഹെയറിനൊക്കെ. ഇതിലും ഇതേപോലെ വൈറ്റമിൻ സിയും മിനറൽസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. വളരെയധികം എന്താ പറയുക, ഹെയർ ഗ്രോത്തിനും അതേപോലെ താരം മാറാനും മുടി കൊഴിച്ചിൽ നിൽക്കാനും അതുപോലെ മുടി കറുക്കാനും എന്താ പറയുക, മുടിയുടെ വെള്ള മുടിയൊക്കെ നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കറുപ്പിക്കാനും ഇത് വളരെയധികം നല്ലതാണ്. അപ്പം ഞാനതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ഇത് ചീകി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുടിയുടെ നീളവും ഉള്ളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് 1, 2, 3, 4 അത് നിങ്ങളുടെ ഇതനുസരിച്ച് മുടിയുടെ നീളമൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതേപോലെ ചീകി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ 2-3 ഇതേപോലെ ചീകി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 3-4 നന്നായിട്ട് ചീകി എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇനി നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഞാനിവിടെ ചീകി വെച്ചേക്കുന്നത് തിളപ്പിക്കാൻ വെച്ചേക്കുകയാണ്. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇതേപോലെ തിളപ്പിക്കുക. ഇത് തിളച്ച് നന്നായിട്ടൊരു പകുതി ആവണ വരെ തിളക്കണം. അപ്പം എന്താ പറയുക, ഈ ഉരുളക്കിഴങ്ങിൻ്റെ തോടിൽ നിന്നുള്ള നല്ല വൈറ്റമിൻസും മിനറൽസും അതേപോലെ അതിലൊരു സ്റ്റാർച്ച് ഉണ്ടാവും, ആ കണ്ടൻ്റൊക്കെ ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതാണ്. അപ്പോൾ ആ ഒരു വെള്ളമാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ഇത് തിളച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് സിമ്മിലാക്കിയിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂടി വെക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ ഒരു 10-15 മിനിറ്റ് ഇതേപോലെ ഇടയ്ക്കൊന്ന് നോക്കണം വെള്ളം വല്ലതും പറ്റുന്നുണ്ടാന്ന്. നമുക്ക് 1 ഗ്ലാസ് ആണെങ്കിൽ അതിൻ്റെ പകുതി മതി. എന്താ പറയുക, നന്നായിട്ട് ഇതിലെ വൈറ്റമിൻസ് മിനറൽസൊക്കെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങണം. അതേപോലെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ തോട് ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വേവണം. നമ്മൾ എന്താ പറയുക, ഉരുളക്കിഴങ്ങ് തോട് നിൽക്കുമ്പോൾ എന്നിട്ട് ഉടയണ രീതിയിൽ ഇത് അവിടെ കിടന്ന് നന്നായിട്ട് വേവേണ്ടതാണ്. അപ്പം ഞാനിത് നന്നായിട്ട് സിമ്മിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് എന്താ പറയുക, നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഒരു പകുതിയൊക്കെ ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കാനായിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വെള്ളത്തിൻ്റെ കളറും ഒരു തിക്കായിട്ടുണ്ട്. ഒരു ചെറിയൊരു നന്നായിട്ട് ആ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചൊക്കെ ആ വെള്ളത്തിലോട്ട് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്ക് തണുക്കാൻ വെക്കാം. എന്നിട്ട് നമുക്കിതൊരു പിഴിഞ്ഞ് വേറൊരു കണ്ടെയ്നറിലോട്ട് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഇതിൻ്റെ അരിപ്പ് ഉപയോഗിച്ച് ഈ ഉരുളക്കിഴങ്ങിൻ്റെ തോടൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ്. നന്നായിട്ട് പിഴിഞ്ഞ് അതിൽ ആ വെള്ളവും നീരൊക്കെ നന്നായിട്ട് നമുക്ക് സ്ക്യൂസ് ചെയ്തെടുക്കണം നന്നായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത കാരണം ഉരുളക്കിഴങ്ങിൻ്റെ തോടൊക്കെ ഉടയുന്നുണ്ട്. അപ്പോൾ നല്ല നീര് നമുക്ക് കിട്ടുന്നതാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഒരു 3-4 ദിവസം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ആവശ്യാനുസരണം ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ വളരെയധികം ഞാൻ പ്രത്യേകിച്ച് ഇനി എടുത്ത് പറയേണ്ടതില്ല, വളരെയധികം ന്യൂട്രിയൻസും വൈറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയ ഒരു ജ്യൂസാണ് ഇത്. നമ്മുടെ ഹെയറിന് മുടി കൊഴിച്ചിലും അകാല നിരക്കും മാത്രമല്ല മുടി വളരാനും താരൻ മാറാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. നമുക്കപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ ഇനി കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മുടിയിൽ ജടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൈകൊണ്ട് നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞ് വെക്കുക.
എന്നിട്ട് ഒരു വശത്തോട്ട് മുടി ഇട്ടിട്ട് നമുക്ക് കയ്യിൽ ഇത്തിരി ഇത്തിരി വെച്ച് എടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. മുടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഫസ്റ്റ് നമ്മൾ ഹെയറിലെ ആ ഒരു തലയോട്ടി ഭാഗത്തൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അധികം ബലം കൊടുക്കേണ്ട, ഒരു പതിയെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ഡെയിലി നമ്മളിത് ചെയ്യണം, എന്നാലും നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. നമുക്കൊരു കറക്റ്റായിട്ട് എന്തോരം മുടി കറുക്കുക അതൊക്കെ മാറണം, എത്രയും വേണം അത്രയും അത് നമ്മൾ ഇടേണ്ടതാണ്. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ഇത് അപ്ലൈ ചെയ്യണം, എന്നാലും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ചെയ്യുക. ഇതൊരു തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ നന്നായിട്ട് അങ്ങനെ തന്നെ മുടിയിൽ വെക്കണം. എന്നിട്ട് ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്, സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ മതി. ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഷാമ്പു ഉപയോഗിച്ചാൽ നമ്മൾ ഈ ചെയ്യണതിൻ്റെയൊക്കെ ഫലം ഉണ്ടാവില്ല, അപ്പാടെ എല്ലാം കഴുകിക്കളഞ്ഞതിന് തുല്യമാവും. അപ്പോൾ ഇത് നന്നായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അതേപോലെ ഇന്നത്തെ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതേപോലെ ഇന്നത്തെ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.